പെസഹ കാലം 6-ാം ഞായറിലേക്ക് വചനയാത്രക്കാരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് യോഹന്നാൻ 14-ാം അധ്യായം 18-ാമത്തെ വാക്യവും യോഹന്നാൻ 14-ാം അധ്യായം 16-ാമത്തെ വാക്യവുമാണ്. യോഹന്നാൻ 14-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. വീണ്ടും യേശു പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നതാണ്. ഈ വചനഭാഗത്തെ രണ്ട് ഭാഗങ്ങളായി നമുക്ക് കാണാം. അതിനു മുമ്പ് ഈ വചനഭാഗത്തിനൊരു പൊതു തലക്കെട്ട് കൊടുക്കാമെങ്കിൽ അതിങ്ങനെയായിരിക്കാം: ഒന്ന്, ദൈവത്തിൻ്റെ അമ്മ മനസ്സ്. 1:1 ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പിതാവായ ദൈവത്തിനും പുത്രനായ യേശു ക്രിസ്തുവിനും അമ്മ മനസ്സാണുള്ളത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ, അതുമൂലം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയും എന്ന് ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിച്ചിട്ട് യേശു അവരെ വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ എന്നാണ്. കുഞ്ഞുങ്ങളെ എന്നാണ് ഉദ്ധിതനായ യേശു ശിഷ്യന്മാരെയും വിളിക്കുന്നത്. പ്രാതലൊരുക്കുന്ന അമ്മ മനസ്സാണ് ഇവിടെയും നിറഞ്ഞു നിൽക്കുന്നത്. യോഹന്നാൻ 13:31-35 വരെയും, യോഹന്നാൻ 13:33 വചനവും, യോഹന്നാൻ 21:5 ഈ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യേശുവും ശിഷ്യന്മാരും തമ്മിലുള്ള ആഴമേറിയ വേർപിരിയാനാകാത്ത ബന്ധം യേശുവിൻ്റെ മരണശേഷവും തുടരുമെന്നാണ് യേശു അടയാളപ്പെടുത്തുന്നത്. 1:2 ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. യോഹന്നാൻ 14:18 ഈ വചനം ഓർമ്മപ്പെടുത്തുന്നത് യേശുവിൻ്റെ പീഡകൾ, മരണം, ഉത്ഥാനം, മഹത്വീകരണം, ദൈവവും യേശുവും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യവും ഗാഢബന്ധവും അനുഭവവേദ്യമാക്കുന്ന പുതിയ യുഗത്തിന് ആരംഭം കുറിക്കുന്നു എന്നാണ്. 2 ദൈവത്തിൻ്റെ അമ്മ മനസ്സ് ആശ്വാസകനെ അഥവാ സഹായകനെ വാഗ്ദാനം ചെയ്യുന്നു. അതാണ് യോഹന്നാൻ 14:16 സൂചിപ്പിക്കുന്നത്. ആശ്വാസകൻ അഥവാ സഹായകൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. യേശുവിൻ്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ആശ്വാസകൻ അഥവാ സഹായകനായ പരിശുദ്ധാത്മാവ്. യേശു നൽകിയ പുതിയ കൽപ്പന വിശ്വസ്തയോടെ പാലിക്കുന്നതാണ് യേശുവിനോട് കൂടെ ആയിരിക്കുന്നതിൻ്റെ അടയാളമെന്ന് യേശു ഊന്നിപ്പറയുന്നുണ്ട്. ആശ്വാസകനായ പരിശുദ്ധാത്മാവിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം പാരാക്ലേത്തോസ് എന്നാണ്. ഇതിൻ്റെ അർത്ഥം അടുത്തേക്ക് വിളിക്കപ്പെട്ടവനെന്നാണ്. പാര എന്ന് പറഞ്ഞാൽ അടുത്തേക്കെന്നും ക്ലേത്തോൻ എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെട്ടവൻ എന്നുമാണ് അർത്ഥമാക്കുന്നത്. പാരാക്ലേത്തോസിന് ഉപദേഷ്ടാവ്, വക്കീൽ, വക്താവ്, സംരക്ഷകൻ, ആശ്വാസകൻ, സഹായകൻ എന്നൊക്കെ വിവർത്തനം ചെയ്യാം. കുറ്റാരോപിതനു വേണ്ടി ന്യായപീഠത്തിന് മുമ്പാകെ വാദിക്കുന്ന അഭിഭാഷകനെ വിശേഷിപ്പിക്കാനായി ഉപയോഗിക്കുന്ന നിയമപരമായ പദമാണ് പാരാക്ലേത്തോസ്. യേശു ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് ദൈവമക്കൾക്ക് സഹായവും ശക്തിയും നൽകാൻ വിളിക്കപ്പെടുന്ന സ്വർഗീയ മധ്യസ്ഥനെ വിശേഷിപ്പിക്കാനാണ്.
ഈ അർത്ഥത്തിൽ യേശുവും പാരാക്ലേത്തോസാണ്. കാരണം യേശു ഈ ലോകത്തിൽ പോരാടുന്ന വിശ്വാസികൾക്കായി പിതാവിൻ്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കുന്നു. 1 യോഹന്നാൻ 2:1 ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിലും ഈ ദർശനമുണ്ട്. പാരക്ലേത്തോസായ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യങ്ങൾ 4 എണ്ണമാണ് നാം ഇന്ന് ഓർക്കുന്നത്. 1. യേശുവിൻ്റെ അസാന്നിധ്യത്തിൽ ശിഷ്യരെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. യോഹന്നാൻ 14:16. 2. പരിശുദ്ധാത്മാവ് സത്യം പഠിപ്പിക്കുന്നു. യോഹന്നാൻ 14:26. 3. ദൈവമക്കൾക്കെതിരെ ദൈവസമക്ഷം കുറ്റം ആരോപിക്കുന്ന സാത്താൻ്റെ വെളിപാട് 12:10 ആക്രമണങ്ങളിൽ നിന്ന് ദൈവമക്കളെ സംരക്ഷിക്കുന്നു. യോഹന്നാൻ 16:7-11 വരെ. 4. വിശ്വാസ ജീവിതത്തിൽ ദൈവമക്കളെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. ദൈവത്തിൻ്റെ അമ്മ മനസ്സ് അനാഥരായി വിടുന്നില്ല. ദൈവം ആശ്വാസകനെ നൽകി ഇപ്പോഴും സംരക്ഷിക്കുന്നു. നല്ല ദൈവത്തിൻ്റെ അമ്മ മനസ്സിലേക്കും നമുക്ക് ആശ്വാസം നൽകുവാനായി സംരക്ഷിക്കുവാനായി അയക്കുന്ന പരിശുദ്ധാത്മാവിലേക്കും നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ് ടി.